ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലത്തിന് ശേഷം ഫസ്റ്റ് നൈറ്റ് നടത്താൻ തീരുമാനിച്ച സമയത്ത് തന്നെ പോലീസ് വന്ന് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ജയിലിൽ വന്ന് തനിക്കൊരു ഗംഭീര സർപ്രൈസ് തരാൻ ഒരുങ്ങിയപ്പോഴായിരുന്നു തനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത്. ഈശ്വര, എന്റെ വക്കീലിനോടൊന്ന് സംസാരിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ. തനിക്ക് ബോധം വന്നിട്ട് ഇക്കാര്യം പറഞ്ഞാൽ മതി എന്നാ മഞ്ജു പറഞ്ഞത്. പക്ഷേ ഇനി ഇതെന്നെ മനസ്സിൽ കൊണ്ടുകിടന്നാൽ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നും. അതുകൊണ്ട് തന്നോട് ആ സർപ്രൈസ് എന്താണെന്ന് ഞാൻ പറയാൻ പോവാം. താൻ ഇവിടുന്ന് ഡിസ്ചാർജ് ആയാലും നേരെ ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് കയറരുതെന്ന്. സോറി ഡോക്ടർ, കാണാതിരിക്കാൻ ഒട്ടും പറ്റാത്തോണ്ടാ. ഞാനിപ്പോ തന്നെ പോയേക്കാം. സോറി. പിന്നെ ഈ മരുന്നുകളൊക്കെ വാങ്ങണം. താഴെ ഫാർമസിയിലുണ്ടാവും. ഈ സമയത്ത് നല്ല തിരക്കുണ്ടാവും. എന്നാലും വാങ്ങാതെ വരരുത്. ശരി ഡോക്ടർ. എന്തുപറ്റി? കണ്ണു നിറഞ്ഞിരിക്കുന്നല്ലോ. ഏയ്, ആ പാവത്തിനിപ്പോ ആകെ ഒറ്റയ്ക്കായതുപോലെ തോന്നുന്നുണ്ടോ? ഞാൻ വക്കീലിനെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. വക്കീലിന്റെ വിഷമം ഞാൻ ഇപ്പോഴാ കണ്ടത്. ഭാഗ്യമുള്ളവർക്ക് മുകുന്ദനെ പോലൊരു ഭർത്താവിനെ കിട്ടൂ. അതെനിക്ക് നന്നായിട്ട് അറിയാം. മുകുന്ദന് എന്തെങ്കിലും സംശയം തോന്നിയോ? ഏയ്, പുള്ളിക്കാരനോട് ചുമ്മാ പഞ്ചാര അടിക്കാൻ വന്നതാ. പാവം. എനിക്ക് വേണ്ടി എന്തോ സർപ്രൈസ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അവരെന്തോ സർപ്രൈസിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാനും കേട്ടിരുന്നു. പക്ഷേ സംഗതി എന്താണെന്ന് മാത്രം മനസ്സിലായില്ല. മുകുന്ദൻ നിന്നോട് പറഞ്ഞോ? പറയാൻ തുടങ്ങിയപ്പോഴേക്കുവാ ഡോക്ടർ വന്നത്. അയ്യോ, ഞാൻ സസ്പെൻസ് കളഞ്ഞല്ലോ. ഏയ്, സാരല്ല. എന്തായാലും വക്കീലിനെ ഇവിടെ നിന്ന് മാറ്റിയത് നന്നായി. ഇനി ബിജുചേട്ടന് ശ്രദ്ധ തെറ്റിക്കണം.